കൊച്ചിയിൽ നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ വഴിത്തിരിവ്. കൃത്യം നടത്തിയത് കുഞ്ഞിന്റെ അമ്മയായ അതിജീവിത കുറ്റം സമ്മതിച്ചതായി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു. അറിഞ്ഞിട്ടില്ല. പേരൻസിന്റെ അറിവോടുകൂടി അല്ല ഈ ഇൻസിഡന്റ് നടന്നിരിക്കുന്നതാണ് പ്രഥമ അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ കുട്ടിയുടെ കഴുത്തിൽ ഷാള് കുരുങ്ങിടപ്പുണ്ടായിരുന്നല്ലോ, അതെന്താണെന്ന് വ്യക്തമാവുന്നുണ്ടോ? അത് നമ്മൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടേ നമ്മൾ വ്യക്തമായി പറയാൻ സാധിക്കൂ. കാരണം ഈ കുട്ടി ജനിച്ചപ്പോഴേ ചാപിള്ളയാണോ അതോ മർഡർ ആണോ എന്നുള്ളതും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നമുക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഇത്തരത്തിൽ വളരെ വലിയ വഴിത്തിരിവാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടാകുന്നത്. കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് കൃത്യം നടത്തിയത് എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതെ ആതിര, നാടിനെ ഞെട്ടിപ്പിച്ച ഏറെ വേദനിപ്പിച്ച സംഭവത്തിൻ്റെ ചുരുളഴിച്ചിരിക്കുകയാണ് പോലീസ്. രാവിലെ 8:15 ഇടയിലാണ് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം പനമ്പള്ളി നഗറിലെ വിദ്യാനഗറിലുള്ള നടു റോഡിൽ വെച്ച് കണ്ടത്. ഒരു ഫ്ലാറ്റിന് സമീപമുള്ള റോഡിന് മുൻപിലായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇത് നാട്ടുകാർ ഇത് കണ്ട ശേഷം പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് പരിശോധിക്കുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. അതിൽ ഈ കുഞ്ഞിനെ വലിച്ചെറിയുന്നതായി ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. അതെവിടെ നിന്നാണ് വലിച്ചെറിഞ്ഞത് എന്നത് സംബന്ധിച്ച ഫ്ലാറ്റുകളിൽ പോലീസ് പരിശോധന നടത്തി. അങ്ങനെയാണ് 5ാം നിലയിലുള്ള 5C ഫ്ലാറ്റിൽ നിന്നാണ് ഈ കുഞ്ഞിനെ എറിഞ്ഞത് എന്ന സൂചന പോലീസിന് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫ്ലാറ്റിൽ വിശദമായി പോലീസ് പരിശോധിച്ചപ്പോൾ ഫ്ലാറ്റിലെ ശുചിമുറിയിൽ രക്തക്കറ കണ്ടെത്തി. ആ രക്തക്കറ കണ്ടെത്തിയതിനെ തുടർന്ന് ആ ഫ്ലാറ്റിലെ താമസക്കാരായ 3 പേരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. അത് ഒരച്ഛനും അമ്മയും അവരുടെ 22-23 വയസ്സുള്ള മകളുമായിരുന്നു ആ ഫ്ലാറ്റിലെ താമസക്കാരായി ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അച്ഛനും അമ്മയ്ക്കും അതേക്കുറിച്ചൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. എന്നാൽ യുവതി ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിന് ഒടുവിൽ ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞത് താനാണ് എന്ന് സമ്മതിച്ചു. താൻ പ്രസവിച്ച കുഞ്ഞാണ്. ഒപ്പം മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി ആ യുവതി നടത്തി. താൻ പീഡനത്തിന് വിധേയയായ ആളാണ് എന്ന് കുട്ടി വെളിപ്പെടുത്തി. പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തി. അങ്ങനെ പീഡനത്തിനിരയായ ശേഷം പിന്നീട് ഗർഭിണിയായി. ആ ഗർഭിണിയായ വിവരം മാതാപിതാക്കൾ ഉൾപ്പെടെ ആരെയും അറിയിച്ചിരുന്നില്ല. അങ്ങനെ ഇന്ന് പൂർണ്ണ ഗർഭിണിയായ താൻ ഇന്ന് രാവിലെ 5 മണിയോടെയാണ് പ്രസവിച്ചത്. ശുചിമുറിയിൽ വെച്ചാണ് ആ പ്രസവം നടത്തിയത്. പ്രസവിച്ച ശേഷം ഏതാണ്ട് 3 മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞിനെ കളയാൻ വേണ്ടി തീരുമാനിച്ചത്. അങ്ങനെയാണ് കവറിലാക്കി താൻ തന്നെ, അതായത് ഈ അതിജീവിതയായ പെൺകുട്ടി തന്നെ ഈ കുഞ്ഞിനെ കവറിലാക്കി പുറത്തേക്ക് റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് അതിജീവിത സമ്മതിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അതിജീവിതയ്ക്കെതിരെ 302 വകുപ്പ് പ്രകാരമുള്ള കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും മറ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഒപ്പം ഈ പെൺകുട്ടി അതിജീവിതയാണ് അല്ലെങ്കിൽ പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന് വ്യക്തമായതിനെ തുടർന്ന് അത് മറ്റൊരു കേസായി അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രാഥമികമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഇനി വിശദമായ മൊഴി രേഖപ്പെടുത്തി വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഈ വിവരം ഈ ഗർഭിണിയായതോ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതോ അല്ലെങ്കിൽ പുറത്തേക്ക് വലിച്ചെറിഞ്ഞതോ ഒന്നും തന്നെ മാതാപിതാക്കൾ ഉൾപ്പെടെ ആരും തന്നെ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് അവർ ഈ കേസിൽ പ്രതികളല്ല. ഏക പ്രതി ഈ അതിജീവിതയായ പെൺകുട്ടി തന്നെയാണ്. കൊലക്കുറ്റത്തിന് കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കും. രാവിലെ 8:15 ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടത്. എങ്ങനെയാണ് ഈ കുഞ്ഞ് കൊലപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് വലിച്ചെറിഞ്ഞതാണോ അതോ എറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പോലീസിന് സംശയമുണ്ടായിരുന്നു. ഇപ്പോഴും പോലീസ് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുഞ്ഞിൻ്റെ പ്രസവം നടന്ന ശേഷം അത് ചാപിള്ളയാണോ ജീവനുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ആ കാര്യം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിൻ്റെ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ, മൃതദേഹത്തിൽ ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയ പോലീസ് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളുണ്ടാവും. ഒപ്പം ഈ പ്രതിയായ പെൺകുട്ടിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആതിര.